രക്ഷകനെ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുക എന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ്. വിശ്വാസത്തിന് സാക്ഷ്യം നൽകേണ്ട ഉത്തരവാദിത്വം ദൈവവിളിയാണ്. വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മാതൃക നമുക്ക് പിന്തുടരാം. യോഹന്നാനെ തൻ്റെ ജീവിത ദൗത്യം എന്താണെന്നതിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ടായിരുന്നു. താൻ കർത്താവിന് വഴിയൊരുക്കുവാൻ വിളിക്കപ്പെട്ടവനാണെന്ന ബോധ്യമാണ് യോഹന്നാനെ നിരന്തരം നയിച്ചത്. ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും യോഹന്നാന്റെ ഈ ബോധ്യത്തിൽ പങ്കുപറ്റണം. സുവിശേഷത്തിൻ്റെ ഉപകരണങ്ങളായി തന്നെ മാറ്റാൻ പരിശ്രമിക്കണം. എല്ലായിടത്തും എല്ലാ സാഹചര്യത്തിലും പീഡിതർക്ക് മുന്നിൽ സദ്വാർത്തയായും ഹൃദയം നുറുങ്ങിയവർക്ക് മുന്നിൽ ആശ്വാസമായും നമ്മെ ഓരോരുത്തരെയും മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടുത്തുവാൻ ഈ ആഗമന കാലത്ത് നമുക്ക് ശ്രമിക്കാം. ഈ ബലിയിലേക്ക് സ്നേഹബഹുമാനപ്പെട്ട ജെയ്സൺ അച്ഛനെയും എല്ലാ മതബോധന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരപൂർവ്വം പരിശുദ്ധമായ ബലിയർപ്പണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂപ്പുകരങ്ങളോടെ നമുക്കായിരിക്കാം. അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാൻ സ്തുതി പാടിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനും സ്തുതി പാടിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെയും ആഗമന കാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ഞായറാഴ്ച സന്തോഷത്തിൻ്റെ ഞായറായിട്ടാണ് അറിയപ്പെടുക. അതോടൊപ്പം തന്നെ ആട്ടിടയന്മാരുടെ ഞായറുമായിട്ട് അറിയപ്പെടും. അന്ന് കത്തിക്കുന്ന തിരി റോസ് കളറിലുള്ള തിരിയാണ്. നമ്മുടെ ഇവിടെ മഞ്ഞ കളറിലെ തിരിയാണ് കത്തിച്ച് വെച്ചിരിക്കുന്നതെങ്കിലും ലിറ്റർജിക്കലായിട്ട് റോസ് കളറിൽ അല്ലെങ്കിൽ പിങ്ക് കളറിലെ തിരിയാണ് നമ്മൾ സാധാരണ കത്തിക്കുക. ക്രിസ്മസിന് ഏറ്റവും അടുത്തിരിക്കുന്ന ഞായറാഴ്ചകൾ കൂടിയാണ് ഇനിയുള്ള 2 ഞായറാഴ്ചകളും. അതിനാൽ സന്തോഷത്തോടുകൂടി ആഗമന കാലത്ത് നമുക്ക് ഈശോയ്ക്കായിട്ട് ഒരുങ്ങാം. ആ ഈശോ നമ്മുടെയും ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് നമ്മുടെ നല്ല സുഹൃത്തായും നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവമായിട്ട് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും
സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞും നമ്മുടെ പാപങ്ങൾ പൊറുത്തും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുപ്പിറവി ആഘോഷം വിശ്വസ്തയോടെ കാത്തിരിക്കുന്ന അങ്ങ് ജനത്തെ കാണുന്ന ദൈവമേ, ഈ മഹത്തായ രക്ഷയുടെ സന്തോഷത്തിൽ എത്തിച്ചേരാനും അതിനെ സമുന്നതമായ ആരാധനയാലും സവിശേഷമായ ആഹ്ലാദത്താലും എന്നും ആഘോഷിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നതുപോലെയും വധു ആഭരണഭൂഷിതയാകുന്നതുപോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുള പൊട്ടി വരുന്നതുപോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നതുപോലെയും ജനതകളുടെ മുമ്പിൽ നീതിയും സ്തുതിയും ഉയർന്നു വരുവാൻ കർത്താവ് ഇടയാക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു.
എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ദൈവം അയച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങൾ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ, കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന
ജോർദാന്റെ അക്കരെ ബെഥനിയയിലാണ് ഇത് സംഭവിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരും, ഓരോ ക്യാൻഡിലും ഓരോ തിരിയും കത്തിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. ആമുഖത്തിൽ ഞാൻ പറഞ്ഞു, ഇന്ന് 3-ാമത്തെ ഞായറാഴ്ച. ഇന്ന് കത്തിക്കുന്ന തിരി ക്യാൻഡിൽ ഓഫ് ജോയ്, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ക്യാൻഡിലെന്നും, അല്ലെങ്കിൽ ഷെപ്പേഡ്സ് ക്യാൻഡിൽ, അതായത് ആട്ടിടയന്മാരുടെ ക്യാൻഡിലെന്നുമാണ് സഭയിൽ അറിയപ്പെടുക. സന്തോഷത്തിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. രക്ഷകനായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നുള്ള സദ്വാർത്തയാണ് സന്തോഷത്തിൻ്റെ ക്യാൻഡിൽ വഴി നമ്മൾ ഓർമ്മപ്പെടുത്തുക. ആ സന്തോഷത്തിൽ പങ്കുചേർന്ന വ്യക്തികളായിരുന്നു ആട്ടിടയന്മാരായ വ്യക്തികളും. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് ആട്ടിടയന്മാർ. നമ്മുടെയൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ നാടോടികളായിട്ടുള്ള മനുഷ്യരെ പോലെ ഒരേ സ്ഥലത്തിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറി മാറി താമസിച്ച് പുഴയിലൊക്കെ മീൻ പിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വിറ്റ് ഈ ദൂരെ ദേശത്തിൽ നിന്ന് കടന്നു വന്ന് ചെറിയൊരു ഷെഡിലൊക്കെ കഴിയുന്ന മനുഷ്യർ. നമ്മൾ വലിയ ടൗണിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും റോഡിൻ്റെ വശങ്ങളിലായിട്ട് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കലങ്ങളൊക്കെ വിൽക്കുന്ന ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കാണും. ഒരു പക്ഷേ ആന്ധ്രയിൽ നിന്ന് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഗുജറാത്തിൽ നിന്നൊക്കെയുള്ള മനുഷ്യരായിരിക്കാം. ഓരോരോ സീസൺ അനുസരിച്ച് ഓരോ സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയുള്ള മനുഷ്യരായിരുന്നു ആട്ടിടയന്മാർ. അവർക്ക് ഒരുപാട് ആടുകളുണ്ടാകും. അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ ആടുകളാണ്. സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി അവർക്കുണ്ടാകില്ല. സ്ഥിരമായിട്ട് താമസിക്കാനുള്ളൊരു ഭവനം അവർക്കില്ല. ഈ 100ഉം 1000കണക്കിന് ആടുകളുമായിട്ട് ഒരു സ്ഥലത്തേക്ക് അവർ പോകും. പുല്ലുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ അവർ താമസിക്കും. അവിടുത്തെ പുല്ലെല്ലാം തീർന്നു കഴിയുമ്പോൾ വീണ്ടും ഈ ആടുകളെയുമായിട്ട് മറ്റു സ്ഥലത്തേക്ക് പോകും. അതിൻ്റെ ഇടയ്ക്ക് ഈ ചെമ്മരി ആടുകളാണ്. അതിൻ്റെ രോമമൊക്കെ കത്തിരിച്ച് മുറിച്ചെടുത്ത് അത് വിൽപ്പന നടത്തും. ആടിൻ്റെ പാല് എടുത്ത് അത് വിൽപ്പന നടത്തും. ഇങ്ങനെ അതിലൂടെ ജീവിക്കുന്ന ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് ആട്ടിടയന്മാർ. പക്ഷെ അവരൊക്കെ വലിയ സന്തോഷമുള്ളൊരു മനുഷ്യർ കൂടിയാണ്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വലിയ ബാധ്യതകളില്ല. പൈസയാണെങ്കിൽ സ്വരുക്കൂട്ടാൻ അതിനെക്കുറിച്ചുള്ള ആകുലതകളില്ല. കാരണം അന്നന്ന് ജീവിക്കേണ്ട കാര്യങ്ങൾ, അന്നുള്ള കാര്യങ്ങൾ നോക്കി അന്നുള്ള സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ. ഇവരുടെ ഇടയിലേക്കാണ് ഈശോ കടന്നു വന്നത്. അവരൊരുപാട് സന്തോഷത്തോടെ ആ സദ്വാർത്ത കേട്ടപ്പോൾ മാലാഖ പറഞ്ഞു, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കാരണം ഒരു സമൂഹത്തിലെ ഏറ്റവും തഴയപ്പെട്ട് ഏറ്റവും ദാരിദ്ര്യമായ അവസ്ഥയിൽ ജീവിക്കുമ്പോഴും അവരുടെ ഇടയിലേക്ക് മാലാഖ കടന്നു വന്നിട്ട് പറയും, നിങ്ങൾക്ക് സമാധാനം. കാരണം പല നൃത്തങ്ങളും നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ആട്ടിടയന്മാരാണ്. അവരൊന്നു ചേർന്ന് രാത്രിയിൽ തീ കായുമ്പോൾ അവർ ഉച്ചത്തിൽ പാട്ടുപാടും. ഓടക്കുഴലുകൾ അവർ വായിക്കും, ഉച്ചത്തിലുള്ള പാട്ടുകൾ പാടും. അവർ പരസ്പരം സന്തോഷിച്ചുകൊണ്ട് ഉച്ചത്തിൽ നൃത്തം ചെയ്യും. അങ്ങനെ ഒരു സന്തോഷകരമായൊരു സമൂഹമാണ് തീർച്ചയായിട്ടും ഈ ആട്ടിടയന്മാരുടെ ഒരു സമൂഹം.
നമ്മുടെ ക്രിക്കറ്റ് കളി പോലും അതിന് ചരിത്രം പറഞ്ഞു വയ്ക്കുക. ആ ക്രിക്കറ്റ് കളി നമുക്ക് ലഭിച്ചത് ഈ ആട്ടിടയന്മാരുടെ ഇടയിൽ നിന്നാണ്. കാരണം ആടിനെ മേയിക്കാനായിട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം ഒരുപാട് സമയമുണ്ടാകും. ആ സമയത്ത് അവിടെയുള്ള ആട്ടിടയന്മാരെല്ലാവരും കൂടി ചേർന്ന് സമയം കളയുവാനായിട്ട് ആരംഭിച്ച ഒരു കളി കൂടിയാണ് നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ കാണുന്ന ഈ ക്രിക്കറ്റ് കളി പോലും. വലിയ സമാധാനത്തിലൂടെ സന്തോഷത്തിലൂടെ ഉച്ചത്തിലെ പാട്ടുപാടി നൃത്തം ചവിട്ടുന്ന ഒരു സമൂഹം. ഈ സമൂഹത്തിലേക്ക് മാലാഖയുടെ സദ്വാർത്തയുമായിട്ട് മാലാഖ കടന്നു വന്നു. അവരുടെ സന്തോഷം 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നുണ്ട്. കാരണം ഒരു രാജകൊട്ടാരത്തിലോ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള അടുത്തേക്കല്ല മാലാഖ സദ്വാർത്ത അറിയിക്കാനായിട്ട് കടന്നു ചെന്നത്. മാലാഖ സദ്വാർത്ത അറിയിക്കാൻ കടന്നു ചെന്നത് ഒരു വീട് പോലും സ്വന്തമായിട്ടില്ലാതെ പറമ്പിലും പുല്ലിനിടയിലുമൊക്കെ കിടക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്കാണ്. ഈ സദ്വാർത്ത കേട്ടപ്പോൾ ആട്ടിടയന്മാരും അവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് സന്തോഷിച്ചു. അത് സന്തോഷത്തോടെ ഈശോയെ കാണാനായിട്ട് ആ കാലിത്തൊഴുത്തിലേക്ക് കടന്നു വന്നു. അവർ കണ്ടത് തങ്ങളെപ്പോലെ തന്നെ ഒരു പാവപ്പെട്ട ഒരു ഉണ്ണീശോ. കാരണം കിടക്കാൻ പോലും മര്യാദക്കൊരു സ്ഥലമില്ല. വൈക്കോലുകളുടെ കൂട്ടത്തിൽ കന്നുകാലികളുടെ ഇടയിൽ ദുർഗന്ധം വമിക്കുന്ന ആ മുറിയിൽ അവിടുന്ന് രക്ഷകനായ ദൈവം കിടക്കുന്ന കാഴ്ച. തീർച്ചയായിട്ടും തങ്ങളിൽ ഒരുവനായിട്ട് ഈശോ മാറിയ ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും ഇതിനെയൊക്കെ സൃഷ്ടിച്ച ദൈവം മാറിയ ഒരവസ്ഥ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ഉണ്ണീശോ ജനിച്ചപ്പോൾ സങ്കടപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ആരാണ് സങ്കടപ്പെട്ടത്? ഈശോ ജനിച്ച് എന്നറിഞ്ഞ് രക്ഷകൻ ജനിച്ച് എന്ന് പൂജരാജാക്കന്മാർ വഴി അറിയപ്പെടുമ്പോൾ സങ്കടപ്പെട്ട മനുഷ്യരാരായിരുന്നു? ആർക്കെങ്കിലും അറിയാവുന്ന ഒരു വാദം ഇപ്പം എല്ലാവരും വാ പൂട്ടി വെച്ചേക്കണല്ലേ? കയ്യെങ്കിലും പോക്ക് ആരായ അറിയാവുന്നവരുണ്ടെങ്കിൽ. ചില ആളുകൾ സങ്കടപ്പെട്ടായിരുന്നു ഈശോ ജനനത്തെ. ടീച്ചേഴ്സിന് അറിയില്ലേ? ടീച്ചേഴ്സിന് അറിയാമെങ്കിൽ ടീച്ചേഴ്സ് കൈവയ്ക്കാലും മതി. സമാധാനം. ഈശോ ജനിച്ചെന്നറിഞ്ഞപ്പോൾ സങ്കടപ്പെട്ട, ദുഃഖിച്ച, അതിൽ നിരാശപ്പെട്ട, അതിൽ കോപിച്ച വ്യക്തികളുണ്ടായിരുന്നു. ആരായിരുന്നു? ഇതിനേക്കാളും കൂടുതൽ കുളുവച്ചനങ്ങനെ തന്നെ. ഹെറോദേസം കൊട്ടാരത്തിലുള്ള മനുഷ്യർ. ഹെറോദേസം കൊട്ടാരത്തിലെ മനുഷ്യരും സങ്കടപ്പെട്ട്, കാരണം ഒരു രാജാവാണ് ജനിച്ചിരിക്കുന്നത്, തങ്ങളുടെ രാജപദവി നഷ്ടപ്പെടും, തങ്ങളുടെ കൊട്ടാരങ്ങൾ ഇല്ലാതാകും, തങ്ങളുടെ അധികാരം നഷ്ടപ്പെടും, തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടും. ഈ ഒരു വലിയൊരു സങ്കടത്തിലായിരുന്ന ഹെറോദേസ് മാത്രമല്ല, വചനം പറയും ഹെറോദേസും കൊട്ടാരത്തുള്ള മനുഷ്യരും പരിഭ്രാന്തരായി. ഇങ്ങനെ ഞെട്ടി വിറച്ച് ഇങ്ങനൊരു സന്ദേശം കേട്ടപ്പോൾ. പ്രിയപ്പെട്ടവരും, ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നന്മയുള്ള മനുഷ്യരായിരിക്കണം. ഹെറോദേസിന്റെ പ്രത്യേകത ഒരുപാട് തിന്മ ചെയ്യുന്ന മനുഷ്യനാണ്, ഒരുപാട് ദുഷ്ടത്തരങ്ങളുള്ള മനുഷ്യനാണ്. സ്നാപയോഹന്നാൻ പോലെ ഹെറോദേസിനോട് പറയും, നീ ചെയ്തിരിക്കുന്ന, കാരണം സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കിയ ഒരു മനുഷ്യനാണ്, നീ ചെയ്ത് തെറ്റാണെന്ന് ഹെറോദേസിനോട് പറയും. അപ്പോഴാണ് നമുക്കറിയാം സ്നാപയോഹന്നാന്റെ ശിരസ് ഹെറോദേസ് ഛേദിച്ച് കളയുക, വെട്ടിക്കളയുക. അങ്ങനെ വലിയൊരു കൊലപാതകിയാണ്. വലിയ പ്രവാചകനായ സ്നാപയോഹന്നാന് ജയിലിൽ അടച്ച് കൊന്ന മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാപം ചെയ്ത മനുഷ്യരായിരുന്നു കൊട്ടാരത്തിലുള്ള മനുഷ്യർ. അവർക്കൊരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല. ഇന്ന് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയണ പെട്ടെന്ന് മാലാഖ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന്, ഭൂമി കുലുങ്ങണ്, ദൈവം സ്വർഗത്തിൽ നിന്ന് വാനമേഘങ്ങളിൽ ഇറങ്ങി വന്ന്, മൊത്തത്തിൽ പ്രശ്നങ്ങൾ, കുറേ വിശുദ്ധന്മാരൊക്കെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന്,
അപ്പം നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പള്ളിയിലായിരിക്കുകയാണ്, നമ്മുടേതായ കാര്യങ്ങളിൽ പോകുന്നു. ആ സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്നൊരവസ്ഥ, നമ്മൾ ഇത്രയും നാൾ ഈ ഭൂമിയിൽ ജീവിച്ചതനുസരിച്ച് നമ്മൾക്ക് വിദ്യ ഉണ്ടാകും. അത് ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കില്ല, വലിയ ആളാണെന്നും പറഞ്ഞ് ആരെയും മാറ്റിവെക്കില്ല. ഏത് സമയത്ത് വേണമെങ്കിലും ദൈവം സ്വർഗത്തിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി വരാം, ഏത് സമയത്ത് വേണമെങ്കിലും വരാം. സഭ പഠിപ്പിക്കണത് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത്, ഞാൻ അടുത്ത വർഷം ഈ തീയതി ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് ഒരു നിർദ്ദേശം കൊടുത്തൊന്നല്ല ഈശോ ഇറങ്ങി വരും. ഏത് സമയത്തും കടന്നു വരാം. ഇങ്ങനെ ഏത് സമയത്തും കടന്നു വരാനായിട്ട് സന്നദ്ധമാകുമ്പോൾ കുറേ ആൾക്കാർ കരയും, വിലപിക്കും. കാരണമെന്ന് പറഞ്ഞാൽ അവർ ഒരുങ്ങിയിട്ടില്ല, അവർ പ്രാർത്ഥിച്ചിട്ടില്ല, അവർ ഈ ലോകത്തിൻ്റെതായ വലിയ തിന്മയിലൂടെ നടന്നു പോകുന്നവരാണ്, ഈ ലോകത്തെ തെറ്റായിട്ടുള്ള വഴികളിലൂടെ നടന്നു പോകുന്നവരാണ്. കുട്ടികളാണെങ്കിലും വലിയ തെറ്റ് ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അച്ഛനിടയ്ക്കൊക്കെ ചില കഞ്ചാവ് കേസിനൊക്കെ പിടിക്കുമ്പോൾ, നമ്മുടെ ഇവിടെ നിന്ന് പിടിക്കുമ്പോഴും അതും 12, 13 വയസ്സുള്ള കുട്ടികളുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ കപ്പേളയിൽ നിന്ന് മോഷണം നടത്തുമ്പോൾ ചില കുട്ടികൾ പിടിക്കുമ്പോൾ 12 വയസ്സുള്ളു. ചില തെറ്റായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് പോകുന്ന ചില പെൺകുച്ചുങ്ങളെ നോക്കുമ്പോൾ വെറും 8ാം ക്ലാസ് പഠിക്കണ കൊച്ച, പക്ഷെ വലിയ തെറ്റുകളൊക്കെ ചെയ്ത കൊച്ച. ക്ലാസ്സിൽ പോകുന്നെന്നും പറഞ്ഞ് ക്ലാസ്സിൽ പോകാതെ ഇങ്ങനെ നടക്കുന്ന കൊച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കാതെ നടക്കുന്ന കുട്ടി. ഇവരൊക്കെ സ്വർഗത്ത് പോകുമെന്ന് തോന്നണുണ്ടോ? പോകോ? ഇങ്ങനെയൊക്കെ എല്ലാ തെറ്റുകളും ചെയ്ത് തെറ്റേ മാത്രം ചെയ്യണം. പല കുട്ടികളെ അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞെട്ടിപ്പോണൊരവസ്ഥ. ചെറിയ കുട്ടികളാണ്, എന്നാലും വലിയ വലിയ തെറ്റുകൾ അവരൊക്കെ ചെയ്തു വെച്ചേക്കണം. അപ്പം നമ്മുടെ കൂടെ ഇരിക്കണവരുണ്ട് ആ കൂട്ടത്തിൽ, തൊട്ടടുത്തിരിക്കണവരുണ്ട് ആ കൂട്ടത്തിൽ. എല്ലാവരും അല്ല അച്ഛൻ പറയണേ, ഇങ്ങനെയുള്ളവരും നമ്മുടെ ഈ ദേവാലയത്തിൽ ഈ നിമിഷമുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞത്, ഇങ്ങനെയുള്ളവർ ഈശോ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ അവരവിടെ പോയി കിടക്കും, സ്വർഗത്ത് പോകും. അവർ ശുദ്ധീകരണ സ്ഥലത്ത് പോകും. അവിടെ ഉള്ളത് അഗ്നിയാണ്. ആ അഗ്നി കിടന്ന് നമ്മളിങ്ങനെ വെന്ത് നീറും. അവിടെ കിടന്ന് ശുദ്ധീകരിക്കപ്പെടും. അത് കുട്ടികളെന്ന മുതിർന്നവരൊന്ന പ്രായമായവരൊന്ന വ്യത്യാസം ഉണ്ടായിരിക്കില്ല. ടീച്ചേഴ്സ് എന്ന സാറെന്ന വ്യത്യാസം ഉണ്ടാകില്ല, അച്ഛനെന്ന സിസ്റ്റർ എന്ന വ്യത്യാസം ഉണ്ടാകില്ല. ആര് തെറ്റ് ചെയ്താലും ഈ ശുദ്ധീകരണ സ്ഥലത്ത് പോകും. അപ്പോൾ ഈ ആഗമന കാലത്ത് നമ്മൾ ഓർക്കുക, ഈശോ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ മനുഷ്യനായിട്ട് കടന്നു വന്ന് ഇനി ഈശോയുടെ 2ാമത്തെ വരവുണ്ട്. ആ വരവിനെയാണ് ലോക അവസാനം, യുഗാന്ത്യം എന്ന് പറയുക. ആ വരവ് വരുമ്പോൾ പിന്നീട് ഭൂമിയിൽ ആരും ഉണ്ടാകില്ല, ഭൂമി ഇല്ലാതെയാകും, ഭൂമി നശിപ്പിക്കപ്പെടും, എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. അത് ഏത് സമയത്ത് വേണമെങ്കിലും വരാം. അപ്പം നമ്മൾ നല്ല കുട്ടികളായിട്ട് ജീവിക്കുക. ഈശോ വരുമ്പോൾ അട്ടിടയന്മാരെ പോലെ സന്തോഷിക്കുന്ന മക്കളായിട്ട് മാറണമെങ്കിൽ നന്മയുള്ള മക്കളാകണം. അല്ലെങ്കിൽ ഈശോ വരുമ്പോൾ, ഉണ്ണീശോ കടന്നു വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥപ്പെടുന്ന മക്കളായിട്ട് ചിലപ്പോൾ നമ്മൾ മാറിപ്പോകും. ഒരുപാട് തെറ്റ് ചെയ്യുന്ന മനുഷ്യരാണെങ്കിൽ, മാതാപിതാക്കൾ അനുസരണക്കേട് കാണിക്കുന്ന മക്കളാണെങ്കിൽ, മാതാപിതാക്കന്മാരെപ്പോഴും കരയിപ്പിക്കണ മക്കളാണെങ്കിൽ, ചില മക്കളുടെ ഒരു ഹോബിയാണ് അപ്പനെ അമ്മനെയും കരയിപ്പിച്ചുകൊണ്ടിരിക്കുക. എത്ര പറഞ്ഞാലും നന്നാകാതെ അപ്പനും അമ്മയും കരഞ്ഞുകൊണ്ടിരിക്കണേണ്. അപ്പം ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള മക്കളാണെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വർഗത്ത് പോകാൻ പോകുന്നില്ല, ശുദ്ധീകരണ സ്ഥലത്ത് പോകും. അപ്പം നമ്മൾ കൂടുതൽ നല്ല കുട്ടികളായിട്ട് നമുക്ക് ജീവിക്കാം. തിന്മകളാണ്, തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു തന്ന ആ തെറ്റെന്താണെങ്കിലും അത് ചെയ്യാതിരിക്കുക. അതിനുള്ള വലിയൊരു കൃപ ദൈവം നമുക്ക് നൽകട്ടെ. സന്തോഷത്തിൻ്റെ ഈ ആഴ്ച ആട്ടിടയന്മാരോട് കൂടി നമുക്ക് സന്തോഷിക്കാം. ഈശോ ജനിക്കാനായിട്ട്, നമ്മുടെ ഹൃദയങ്ങൾ ജനിക്കാനായിട്ട് 2 ആഴ്ച കൂടിയേ ഉള്ളൂ. ആഴ്ചകൾ നമുക്ക് ഒരുങ്ങാം. കൂടുതൽ വിശ്വസ്തയോടെ നല്ല കുമ്പസാരമൊക്കെ നടത്തി നല്ല കുട്ടികളായിട്ട് നമുക്ക് വളരാം. അങ്ങനെ കൃപ ദൈവം നമുക്ക് നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന്
നമ്മുടെ വിശ്വാസം ഭക്തിയോടെ നമുക്ക് പ്രഖ്യാപിക്കാം. ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, ദൃശ്യവും അദൃശ്യമെല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിലും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിൽ അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജേതാതാവും പിതാവിലും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചുയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനുമുള്ള എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജനപദങ്ങളെയും പരിപാലിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ പ്രകാശധാരയിൽ ജനതകളുടെ ഹൃദയങ്ങളെ പ്രഭാപൂരിതമാക്കണമേ. അങ്ങേ തിരുസഭയെ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ അങ്ങ് നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും കൊല്ലം രൂപതയെ നന്മയുടെ വെളിച്ചത്തിലേക്ക് കരുത്തോടെ നയിക്കുന്ന അഭിവന്യ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിനെയും മറ്റെല്ലാ അജപാലകരെയും അങ്ങേ കരതാരിൽ സമർപ്പിക്കുന്നു. ആഗമനകാലത്തിൻ്റെ അരൂപിയിലും വിശുദ്ധിയിലും ജീവിച്ചുകൊണ്ട് ദൈവജനത്തെ അടിയുറച്ച വിശ്വാസത്തിൽ നയിക്കുവാനുള്ള വരദാനങ്ങളാൽ ഇവരെ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യപ്രകാശമായി കടന്നു വന്ന സ്നേഹനാഥ, ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങൾക്കായി നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്ന ഇടവക വികാരി ക്രിസ്റ്റഫർ അച്ഛനെയും ജേസൺ അച്ഛനെയും സന്യസ്തരെയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ സാന്നിധ്യവും സേവനവും വഴി എല്ലാവർക്കും അങ്ങേ പകർന്നേകുവാൻ ഉതകുന്ന നല്ല ഉപകരണങ്ങളാക്കി ഇവരെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനാണ് അണഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ വരവിനായി ഒരുങ്ങുന്ന ഈ ആഗമന കാലത്തിൽ തിന്മയുടെ മാർഗങ്ങൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിച്ച് ഒരുക്കമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങേ തൃക്കരങ്ങളിൽ എല്ലാ രോഗികളെയും പീഡിതരെയും സമർപ്പിക്കുന്നു. പകർച്ചവ്യാധികളാലും ശാരീരിക അസ്വസ്ഥകളാലും ക്ലേശിക്കുന്നവരിലേക്ക് അങ്ങ് കടന്നു വരണമേ. അനുദിന ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ പിന്നിലുള്ള ദൈവികമായ പദ്ധതി തിരിച്ചറിയുവാനും അവയെ പ്രതി ദൈവത്തെ സ്തുതിക്കുവാനുമുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ ഉറവിടമായ ദൈവമേ,
മരണത്തെപ്പറ്റിയോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കാൻ തയ്യാറാകാതെ ജീവിക്കുന്നവർക്ക് മരണത്തെപ്പറ്റിയുള്ള സജീവ ചിന്ത വഴി അനുതാപവും മരണം മൂലം ഞങ്ങളിൽ നിന്ന് അങ്ങേ പക്കലേക്ക് യാത്രയായ എല്ലാ ആത്മാക്കൾക്കും നിത്യ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പിയും കോവിഡ് രോഗാവസ്ഥയെ എത്രയും വേഗം എടുത്തു മാറ്റണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കാനും കുടുംബത്തെ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും പ്രത്യേകിച്ചും കരികസം പഠിപ്പിക്കുന്ന അധ്യാപകരെ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. നല്ല കുട്ടികളായിട്ട് വിശുദ്ധിയുള്ള മക്കളായിട്ട് നമ്മളെ വളർത്തണമേ എന്നൊരു നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളെ യോഗ്യതകളായി യാചിക്കാൻ ധൈര്യപ്പെടാത്തതും അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലിയും സർവശക്തനും പിതാവുമായ ദൈവത്തിനും സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിനെ സ്തുതിക്കുമായിരിക്കും. നമ്മുടെ മകളുടെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ദിവ്യരഹസ്യത്താൽ സ്ഥാപിതമായവ
പൂർത്തിയാക്കപ്പെടുന്നതിനും ഞങ്ങളിൽ അങ്ങേ രക്ഷ പ്രാബല്യമാം വിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങൾ ആരാധന ബലി നിർവിഘ്നം അങ്ങേയ്ക്ക് അർപ്പിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവരുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്തം അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഈശോനാഥൻ ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ഇറങ്ങി വരുന്ന ഈ നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പം അപ്പമെടുത്തും കൃതജ്ഞത പ്രകാശിപ്പിച്ചും മുറിച്ചും തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു,
എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചും ധനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്തം സഭയങ്ങും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും ഞങ്ങളിടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്തം നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്കും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലൻ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്തും അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിനും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
ഇന്നും വാഴാനെത്തും നേരം മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ, ദിവ്യജീവൻ നൽകും അപ്പമാകുമ്പോൾ, ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ, ദിവ്യജീവൻ നൽകും അപ്പമാകുമ്പോൾ, ഹൃദയം കത്തും അനുഭവമോടെ അവിടുത്തെ സ്നേഹത്തിൻ തിരുമുദ്രയിലേറ്റുവാങ്ങിടാം. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരിയിലാഴ്ത്തണമേ. മിശിഹായുടെ തിരുവിലാവിലെ ജലമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണസമയത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ആമേൻ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്വസ്ത്ര കാഴ്ച 9305 രൂപ. ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും രണ്ടാമത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് 29ാം യൂണിറ്റിലെ അംഗങ്ങളാണ്. അവർക്കെല്ലാവർക്കും ഇടവകയുടെ പേരിലും വികാരിച്ചൻ്റെ പേരും നന്ദി അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച പള്ളിയും ശനിയാഴ്ച വന്ന പള്ളിയും പരിസരവും വൃത്തിയാക്കേണ്ടത് 30ാം കുടുംബ യൂണിറ്റ് കൂട്ടായ്മയിലെ അംഗങ്ങളായിരിക്കും. അവരുടെ ഭവന ആശീർവാദം ഈ വരുന്ന, അതായത് നാളെ വൈകിട്ട് 4 മണി മുതൽ 30ാം BCC യൂണിറ്റ് അംഗങ്ങളുടെ വീടുകൾ വികാരി അച്ഛൻ വെഞ്ചരിക്കുന്നതായിരിക്കും. നമ്മളെല്ലാ വർഷം നടത്താറുള്ള തീരദേശ ബൈബിൾ കൺവെൻഷൻ ഈ വർഷം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നടത്താൻ സാധിക്കില്ല. എല്ലാ വർഷവും ഡിസംബർ മാസം ക്രിസ്മസിന് മുൻപായിട്ടാണ് നമ്മൾ വാടി ബൈബിൾ കൺവെൻഷൻ നടത്തുന്നത്. ഈ വർഷമില്ല. അതിന് പകരമായിട്ട് എല്ലാ വർഷം നമ്മൾ നടത്തുന്നതിൻ്റെ കൂടി ഓർമ്മയായിട്ട് ദേവാലയത്തിൽ വെച്ച് 16, 17, 18 ദിവസങ്ങളിൽ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ
കരിസ്മാറ്റിക് കൂട്ടായ്മ അംഗങ്ങൾക്ക് വേണ്ടി മാത്രം വൈകിട്ട് 5 മണി മുതൽ ധ്യാനം സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാവർക്കും വരുവാനായിട്ട് സാധിക്കില്ല, കാരണം വലിയ ജനക്കൂട്ടങ്ങൾ പാടില്ല എന്ന് നമ്മുടെ ഗവൺമെൻറ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് കൊണ്ട് കരിസ്മാറ്റിക് കൂട്ടായ്മകളിൽ അംഗങ്ങളായിരിക്കുന്നവർക്കായിരിക്കും മുൻഗണന എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ BCC യൂണിറ്റ് 11-ാം BCC യൂണിറ്റിൽ സ്റ്റൻസ്ലാവോസ് എന്ന സഹോദരൻ കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് നിദ്ര പ്രാപിച്ചു. മരണാനന്തര കർമ്മങ്ങൾ ഇന്ന് വൈകിട്ട് 3 മണിക്ക് നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കുമെന്ന് ബന്ധുമിത്രാദികൾ ഓർമ്മപ്പെടുത്തുന്ന ഈ സഹോദരൻ ആത്മശാന്തിക്കായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നെല്ലാവരും തന്നെ കൃത്യമായിട്ട് ദേവാലയത്തിൽ വന്ന്, എന്നാലും പല ശബ്ദങ്ങളും പ്രാർത്ഥനയ്ക്ക് സൗണ്ട് കുറവാണ്. അടുത്ത ആഴ്ചയെങ്കിലും കുട്ടികൾ ഇത്രയും കൂടി ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ കുർബാനയ്ക്ക് മുൻപ് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ദിവ്യബലിയുടെ പ്രാക്ടീസ്, അതായത് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാനുള്ള പ്രാക്ടീസ് തരുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ ദിവ്യബലി തുടങ്ങുകയുള്ളൂ. അതിനാൽ അടുത്ത ഞായറാഴ്ച എല്ലാവർക്കും തന്നെ ദിവ്യബലിയുടെ പ്രാർത്ഥനകൾ അറിയാം. നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. നമ്മൾ ദേവാലയത്തിൽ കാഴ്ചക്കാരാകാനായിട്ടല്ല വരുന്നത്. അച്ഛൻ്റെ പ്രാർത്ഥന ഇവിടെ ചെല്ലും. അതിനുള്ള മറുപടി, റെസ്പോൺസ് അല്ലെങ്കിൽ മറുപടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ഉണ്ടാകണം. കുട്ടികളെല്ലാവരും ഉച്ചത്തിൽ നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുന്നതും കൂടിയാണ് പ്രാർത്ഥന. നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, വിശുദ്ധരുണ്ട്, മാലാഖമാരുണ്ട്, എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. അവരൊക്കെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാതെ വായടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും കാവൽ മാലാഖമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സങ്കടമാകും. അതിനാൽ ഉച്ചത്തിൽ അച്ഛനത് വെറുതെ തമാശയായിട്ട് പറയുന്നതല്ല, ഇതാണ് സത്യം. നമ്മുടെ മാലാഖമാരും നമ്മുടെ വിശുദ്ധരൊക്കെ നമ്മുടെ കൂടെ ദിവ്യബലി അർപ്പിക്കുമ്പോഴുണ്ട്. ഒരുപാട് വിശുദ്ധർക്ക് അത് ദർശനമായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാ കുട്ടികളും കൃത്യസമയത്ത് 5 മിനിറ്റ് 2 മിനിറ്റ് മുൻപെങ്കിലും ദേവാലയത്തിൽ വന്ന് നമ്മുടെ കൂടെ നമ്മുടെ മാലാഖമാരുണ്ടാകും. ഉച്ചത്തിൽ നമ്മൾ ദിവ്യബലി അർപ്പണത്തിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കണം. നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക്, അതായത് ഈ മാലാഖമാർക്കൊക്കെ വലിയ സന്തോഷമാകും. അതിനാൽ ഉച്ചത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ റയ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള കുട്ടികളുടെ കൊയർ നമുക്കറിയാം, മനോഹരമായിട്ട് അവരിന്ന് പാടി. നമ്മുടെ വലിയ കൊയർ പാടുന്നത് പോലെ തന്നെ മനോഹരമായിട്ട്, കാരണം പേടിയുള്ളവരാണ്, ആദ്യമായിട്ടൊക്കെയാണ് ഓർഗൻ വെച്ചൊക്കെ പാടുന്നത്. നല്ല ഓർഗൻ വായിക്കുന്ന കുട്ടിയാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എല്ലാവരും നല്ല ഭംഗിയായിട്ട്, അവർക്ക് ആകെ ശനിയാഴ്ച മാത്രമാണ് പ്രാക്ടീസ് കിട്ടുന്നത്. ആ കുറച്ച് സമയത്തെ പ്രാക്ടീസ് കൊണ്ട് തന്നെ മനോഹരമായിട്ട് അവരെല്ലാവരും പാടി. അത് നേതൃത്വം എടുക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് റയ സിസ്റ്ററിനും കൊയറിലുള്ള എല്ലാവർക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി അറിയിക്കാം. എല്ലാവരും ഒച്ചത്തിൽ കരമടിച്ച്, എല്ലാവരും കരമടിച്ച്. പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമല്ലോ? മതി. അപ്പം അടുത്ത ഇനിയും ആർക്കെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പാടും എന്ന് ഉറപ്പുള്ളവർ. എല്ലാവർക്കും പാട്ടുകാരാകാൻ പറ്റൂല. ഇപ്പം അച്ഛന് പാട്ടുകാരനാകാൻ പറ്റൂല, എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്, എനിക്ക് പാടാൻ പറ്റില്ല. പക്ഷേ അതോടൊപ്പം തന്നെ എല്ലാവർക്കും പാട്ടുകാരൊന്നാകാൻ പറ്റില്ല. അപ്പം പാടാൻ കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ റയ സിസ്റ്ററിനെ കാണണം. ആൺകുട്ടികളാണെങ്കിലും ചില പാടാൻ കഴിവില്ലാത്തവരൊക്കെ വന്ന് പാടിക്കഴിഞ്ഞാൽ പിന്നെ മൈക്കിൻ്റെ മുമ്പിൽ കൂടെ അല്ലേ കാളരാഗം പോലെ മറ്റുള്ളവർക്ക് അരോചകത്വമായ പാട്ടായിരിക്കും വരുന്നത്. അപ്പം എല്ലാവർക്കും എല്ലാ കഴിവും ദൈവം കൊടുത്തിട്ടില്ല. പാടാൻ കഴിവുള്ള കുട്ടികൾ നല്ല ബോധ്യം ഉണ്ടെങ്കിൽ ഒരു റയ സിസ്റ്ററിനെ കാണണം. റയ സിസ്റ്റർ അത് പാടി നോക്കിയിട്ട് മാത്രമേ കൊയറിൽ എടുക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഓർഗൻ ഒക്കെ കുട്ടികൾ പഠിക്കണം. നമ്മൾ സാധിക്കുമ്പോൾ ഓർഗനൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിലും സിസ്റ്ററിനെ കാണണം. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് നിന്ന് നല്ലൊരു കൊയർ നമ്മൾ രൂപീകരിക്കണം. കുട്ടികളുടെ കൊയർ മനോഹരമായിരിക്കണം. അതിനായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് ദിവസമൊക്കെ കുട്ടികളുടെ കൊയറും നമ്മൾ കുർബാനയ്ക്ക് വെക്കുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
ഞങ്ങൾ അങ്ങേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്ന് മോചിതരായ ഞങ്ങളെ ഈ ദിവ്യമായ പോഷണദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിന് ഒരുക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മേഘങ്ങൾ